തൊട്ടാലാണ് നമ്മളൊരു മുസ്ലിം മതസ്ഥ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത്. അപ്പൊ ആ ഒരു കെയർ ഓഫിൽ ഇനിയിപ്പോ തട്ടം ഇട്ടിട്ട് നിങ്ങൾ ആരും എന്നെ കണ്ടിട്ട് അങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരൂല. ഇനി ആര് എന്നോട് ചോദിച്ചാലും നീ ഏതാണ് മതം, അല്ലെ നിനക്ക് ഏതാണ് മതം, അല്ലെ നിനക്ക് മരിക്കണ്ടേ, നിനക്ക് സ്വർഗത്ത് പോവണ്ടേ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് എനിക്ക് ഒറ്റ ഉത്തരേ ഉള്ളൂ, ഞാനൊരു മനുഷ്യനാണ്. എൻ്റെ ഉമ്മയും വാപ്പയും എന്നെ കുട്ടിക്കാലത്ത് അല്ലെ വേണ്ട എൻ്റെ ഉമ്മ പ്രസവിച്ച സമയത്ത് എനിക്കറിയില്ലായിരുന്നു ഞാൻ ഏതാ മതം എന്നുള്ളത്. വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഒരു ഒരു വിചിത്രമായ അല്ലെങ്കിൽ ഒരു കൗതുകകരമായ ഒരു വാർത്തയാണ് ഞാൻ ചെയ്യുന്നത്. എന്തുകൊണ്ടെന്നാൽ കൗതുകകരം എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്കൊക്കെ അറിയാവുന്നത് പോലെ ഈ ജസ്ന സലീം എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയുടെ നിഗൂഢത അതാണ്. നമ്മൾ സാധാരണ രീതിയിൽ ഏത് ഒരു തെറിച്ചപ്പെടിനെ കുറിച്ച് പറഞ്ഞാലും അതല്ല ഇനി ഏത് ഒരു നിഗൂഢതയുള്ള സ്ത്രീയെക്കുറിച്ച് പറഞ്ഞാലും നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ അവരെ സംബന്ധിച്ച് മനസ്സിലാവും. ബട്ട് ഈ സ്ത്രീയെ സംബന്ധിച്ച് അങ്ങനെയല്ല, ഒരു പൊരുളും ലഭിക്കുന്നില്ല. അതായത് ഈ സ്ത്രീയുടെ നിഗൂഢത ആർക്കും മനസ്സിലാവുന്നില്ല. ആരോടോ ഒക്കെ ഉള്ള എന്തൊക്കെ പറയുന്ന വെറുപ്പ്, പക, അസൂയ എല്ലാം കൂടെ കുത്തിനിറഞ്ഞ് അതൊരു മതത്തോടുള്ള വെറുപ്പായി മാറിയിരിക്കുന്നു. അതാണ് ഏകദേശം. അതോടൊപ്പം തന്നെ ഈ മതത്തിൽ നിന്ന് ചൂഷണം ചെയ്തിട്ട് ഈ പെണ്ണിനെ ഇങ്ങനെ കൊഴുത്ത് തടിക്കണമെന്ന ലക്ഷ്യവുമുണ്ട്. അതാണ് ഇപ്പോൾ ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ഈ കണ്ണനെ വരച്ചു കണ്ണാനിനക്കായി ആലോചിച്ച് നോക്കൂ. എന്നാൽ വേറെ എന്തുകൊണ്ട് ഈ ഹിന്ദുക്കളെ സംപ്രീതിപ്പെടുത്താനാണ് യഥാർത്ഥത്തിൽ ഈ കണ്ണനെ വരക്കുന്നത് എന്നാണ് ഈ സ്ത്രീ പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഇതിൻ്റെ അടിസ്ഥാന ലക്ഷ്യമെന്ന് മനസ്സിലാക്കുമ്പോൾ ഈ സ്ത്രീ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ 750 ചിത്രങ്ങൾ വരച്ചിട്ട് ഈ ഹിന്ദുക്കൾക്ക് ഞാൻ വിറ്റു, അതായത് ഹിന്ദുക്കളെ ഞാൻ പറ്റിച്ചു എന്നാണ് പറയണത്. കാരണം എന്താ വെച്ചാൽ എനിക്ക് 2000-ലേറെ ഉറുപ്പ്യ ചിലവ് വരും. അങ്ങനെ ഞാനതൊരു 5000 ഉറുപ്പ്യക്ക് വെക്കും. ഒരേ ചിത്രം, ഒരേ രീതി, എവിടുന്നോ കിട്ടിയതാണ്. ഹിന്ദു വരച്ച് പ്രശസ്തി നേടിയ ഒരു മുസ്ലിം കുട്ടി, ഇനി നിങ്ങളത് മാറ്റി പറയണം, കൃഷ്ണനെ വരച്ച് പ്രശസ്തി നേടിയ ഒരു കുട്ടി എന്നാക്കണം. ആ മുസ്ലിം കുട്ടി എന്നുള്ള ആ ഒരു ലേബൽ വേണ്ട. ഹിന്ദുക്കൾക്ക് ഇതിഹാസ പുരുഷന്മാർ എന്ന് പറയുന്നത് കൃഷ്ണൻ മാത്രമല്ല ഉള്ളത്. രാമനുണ്ട്, യുധിഷ്ഠിരനുണ്ട്, അതുപോലെ തന്നെ അർജുനനുണ്ട്, അതുപോലെ തന്നെ ഒട്ടനേകം ദേവന്മാർ, ഇന്ദ്രനുണ്ട്, അല്ലേ, ബ്രഹ്മാവുണ്ട്, ശിവനുണ്ട് എന്ന് പറഞ്ഞാൽ എണ്ണിയാൽ തീരാത്ത അത്രമാത്രം പ്രാധാന്യവും പ്രാധാന്യക്കുറവും ഉപദേവനും പ്രധാന ദേവനുമായിട്ട് ധാരാളം ആളുകളുണ്ട്. നമ്മളൊക്കെ കാണാൻ കഴിയും. ഗുരുവായൂരപ്പനുണ്ട്, അല്ലേ. അപ്പോൾ പലയിടത്ത് പല ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത് ശ്രീകൃഷ്ണൻ്റെ ഒരു എന്തോ ആണ് അവിടെ, എനിക്കറിഞ്ഞുകൂടാ. അപ്പോൾ എങ്ങനെയൊക്കെയാണെങ്കിലും ഈ പെൺകുട്ടിയുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ പെണ്ണ് പറയുന്നത് ഇനി ഞാൻ തട്ടമിടാത്ത ഒരു പെണ്ണാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇനി യാതൊരു മതവുമില്ല. അതിനാർക്കാണ് ഇവർ തട്ടമിട്ടില്ല, ഇവർ തട്ടമിട്ടോ, ഇത്തരത്തിലുള്ള ഈ സ്ത്രീ ഇസ്ലാമിൽ നിന്ന് പോകുമോ, ഇത് അങ്ങനെ എന്തെങ്കിലും ഒരു രീതിയിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു ഭയപ്പാടേ ഇല്ല. കുറേ ആളുകൾ പോയി എന്ന് വിചാരിക്കുക. ഇപ്പോൾ നമ്മൾ ഈ കലക്ക വെള്ളത്തിൽ ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു നല്ല ഒരു വസ്തുക്കൾ കഴുകുമ്പോൾ എന്തിനാണ് കഴുകി ഉപയോഗിക്കണമെന്ന് നമ്മളോട് പറയുന്നത്? ഇപ്പോൾ നമ്മൾ അരിയാണെങ്കിലും ഇറച്ചിയാണെങ്കിലും മീനാണെങ്കിലും നന്നായിട്ട് കഴുകും, അല്ലേ. കഴുകുന്നത് അതിൻ്റെ മാലിന്യം കളയാൻ വേണ്ടിയാണ്. അപ്പോൾ എന്നതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ചണ്ടി ചവറുകൾ ഒന്നിനും പറ്റാത്ത ഒരു മതക്കാർക്കും അവളെ വേണ്ട. എന്തിനാ മാത്രമല്ല അവളുടെ ലക്ഷ്യം. അപ്പോൾ അത്തരത്തിലുള്ള ആ മാലിന്യങ്ങൾ ഇപ്പോൾ മഴയത്തൊക്കെ നമ്മൾ പെട്ടെന്ന് ഒലിച്ച് പുറത്തേക്ക് പോകുന്നത് ചപ്പ് ചവറുകളാണ്. അല്ലാതെ അടിസ്ഥാനപരമായിട്ട് ഒരു വീട്ടിൽ കിടക്കുന്ന സാധനം ഒന്നിച്ചൊഴിച്ച് പോകാറില്ല. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നല്ല ഒരു സ്റ്റോൺ ഇട്ടു, അല്ലെങ്കിൽ നല്ല തെങ്ങും തൈ, നല്ല മറ്റു മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. മഴ പെയ്യുമ്പോൾ ആ ചപ്പ് ചവറുകളോടൊപ്പം പോകുന്നത് ഈ പറയുന്ന സാധനങ്ങളൊന്നും പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളതൊന്നും പോകാറില്ല. മറിച്ച് അവിടെ ഒന്ന് വൃത്തിയാകുന്നു, ക്ലീൻ ആകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഉഡായിപ്പ് സ്ത്രീയെ ഹിന്ദുക്കൾക്ക് വേണമെന്ന് ചോദിച്ചാൽ ഹിന്ദുക്കൾക്ക് വേണ്ട. ഹിന്ദുക്കൾ അതിശക്തമായിട്ട് പ്രതികരിക്കുന്നുണ്ട്. വർഗീയമായിട്ടുള്ള ഹിന്ദു ചാനൽ, ജനൻ TV, കർമ്മ TV, എന്താ പറയുക, അതോടൊപ്പം തന്നെ രാജേഷ് നാഥൻ എന്ന് വേണ്ട എല്ലാ ഹിന്ദു യൂട്യൂബ് ആണെന്നുണ്ടെങ്കിലും വാർത്താ ചാനലുകളാണെങ്കിലും ഈ സ്ത്രീയുടെ ഉഡായിപ്പ് തിരിഞ്ഞതാണ് അവർക്ക്. എന്നിട്ട് ഇപ്പോൾ അവൾ എന്താ പറയുന്നത്? ദൈവം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇനി തട്ടമിട്ട് ഒരു കുട്ടി, എന്ത് കുട്ടി, 40 വയസ്സായിട്ട് ഒരു 45 വയസ്സായ ഒരു സ്ത്രീ പറയുകയാണ് എന്തെന്ന് സ്വയം, ഞാൻ ഇനി ഒരു മുസ്ലിം കുട്ടിയല്ല. നിങ്ങൾ കേട്ടില്ലേ ഇത് ആദ്യം തന്നെ പറഞ്ഞത്? ഞാൻ ഇനി ഒരു മുസ്ലിം കുട്ടിയല്ല,
മറിച്ച് തട്ടമിട്ട മുസ്ലിം കുട്ടിയല്ല. പിന്നെ ഞാൻ ഇനി തട്ടമിടാത്ത ഇനി ഒരു തട്ടമിട്ടാലാണ് നമ്മളൊരു മുസ്ലിം മതസ്ഥ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത്. അപ്പൊ ആ ഒരു കെയർ ഓഫിൽ ഇനിയിപ്പോ തട്ടമിട്ടിട്ട് നിങ്ങൾ ആരും എന്നെ കണ്ടിട്ട് അങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരൂല. ഇനി ആര് എന്നോട് ചോദിച്ചാലും നീ ഏതാണ് മതം, അല്ലെ നിനക്ക് ഏതാണ് മതം, അല്ലെ നിനക്ക് മരിക്കണ്ടേ, നിനക്ക് സ്വർഗത്ത് പോവണ്ടേ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് എനിക്ക് ഒറ്റ ഉത്തരേ ഉള്ളൂ, കുട്ടി അല്ലെങ്കിൽ ഒരു മനുഷ്യക്കുട്ടി. ആർക്കാണ് പെണ്ണെ അന്നെ ആവശ്യമുള്ളത്? ഇവിടെ എൻ്റെ ഭർത്താവിന് പോലും അന്നെ വേണ്ട, നിന്നെ ആവശ്യമുള്ളവർ നിന്നെ കാത്തിരിക്കുന്ന പലരുമുണ്ട്. അത് സാധാരണക്കാരനെ സംബന്ധിച്ച് അവർക്ക് വിഷയമേ അല്ല. നീ ഈ ചപ്പു ചവറുകൾ ഈ മതത്തിൽ നിന്ന് ക്ലീനായി പോകുന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുകയാണ്. പിന്നെ നീ ആരോടാണ് വെല്ലുവിളിക്കുന്നത്? പണ്ട് മുതൽ തന്നെ നീ ഒരു മുസ്ലിയാരെ കുറ്റം പറഞ്ഞിരുന്നു. ആ മുസ്ലിയാർ കുട്ടിനെ അടിക്കുന്നു, ഞാൻ കണ്ണനെ വരക്കുന്നു എന്നതിൻ്റെ പേരിൽ. ഹിന്ദു വിഭാഗങ്ങൾക്ക് വിശ്വാസികൾക്ക് ബുദ്ധിയില്ലാത്തത് കൊണ്ട് നിന്റെ പടം സ്വീകരിക്കുന്നു. മാത്രമല്ല അങ്ങനെ ഇപ്പോൾ പിന്നീട് എൻ്റെ തട്ടിപ്പുകളൊക്കെ പൊളിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ കേക്ക് വിൽക്കാൻ വേണ്ടിയിട്ടും ഈ പടം വിൽക്കാൻ വേണ്ടിയിട്ടും ഗുരുവായൂരപ്പൻ്റെ നടയിൽ ഇങ്ങനെ ആ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ഇങ്ങനെ കെട്ടിമറിയും. അല്ലാതെ വേറെ എവിടെയും അവൾ പോയിട്ടില്ല. കാരണം വിഡ്ഢികളായ ആ ഹിന്ദുക്കൾ ഈ അവളുടെ പടം വാങ്ങുകയും അതോടൊപ്പം ആ കേക്ക് തിന്നുകയും ചെയ്യും. പിന്നീടാണ് ഈ ഹിന്ദു യൂട്യൂബർമാരും ഭക്തന്മാരും വർഗീയ അവരുണ്ടാവുമല്ലോ അവരുടെ മതവിശ്വാസം. അപ്പോൾ അവരുടെ മതവിശ്വാസത്തെ വ്രണപ്പെടുത്താൻ അഥവാ എന്താ കാരണം? ഈ കേക്കിൽ മുട്ട ചേർത്തിട്ടുണ്ട്. കോഴിമുട്ട ചേർത്ത കേക്ക് ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്ര നടയിൽ വിൽക്കുക എന്ന് പറഞ്ഞാൽ അത് സത്യത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അശുദ്ധമാക്കുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് ഇവൾ ഈ ചെയ്യുന്ന പരിപാടി മുസ്ലിങ്ങളാണ് ചെയ്യുന്നത്, അഥവാ പാകിസ്ഥാൻ്റെ കൈയുണ്ട്, അല്ലെങ്കിൽ ISI പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവൾ മുസ്ലിം ചാരയാണ്. അതായത് ഇവൾ ഇത്തരത്തിലുള്ള ചാരവനിതയായിട്ട് നമ്മുടെ മതത്തെ അവഹേളിക്കാൻ വേണ്ടിയിട്ട്, അതാണ് ലസിത പാലക്കലിനെ പോലെയുള്ള സ്ത്രീകളും അതോടൊപ്പം തന്നെ ഈ കർമ്മ ടിവിയും ജനം ടിവിയും ഒക്കെ പറഞ്ഞിരുന്നു. മുസ്ലിങ്ങളുടെ ചാരവനിതയായിട്ട് ഇവൾ ഈ പറയുന്ന പടം വിറ്റ് ഞങ്ങളുടെ വിശ്വാസത്തെ എന്താ പറയുക വഷളാക്കി അശുദ്ധമാക്കി അതിനുവേണ്ടി മുസ്ലിം സമൂഹം ഒറ്റക്കെട്ടായിട്ട് ഈ സ്ത്രീയെ ഉപയോഗപ്പെടുത്തുകയാണ് എന്നാണ് പറഞ്ഞത്. അങ്ങനെ പിന്നീട് വേണ്ടത്ര ഈ പടങ്ങളൊന്നും വിൽപ്പന ചെയ്യപ്പെടാതെ പോയപ്പോൾ പിന്നീട് ഈ കള്ളത്തരങ്ങളൊക്കെ വെളിച്ചത്ത് വന്നപ്പോൾ ഇവളെ സംബന്ധിച്ച് പിന്നെ എന്ത് ചെയ്യും? അപ്പോഴാണ് അവൾ വേറെ പലതും ചെയ്യും. അവൾക്ക് ചെയ്യാൻ പറ്റാത്തത് എന്താണുള്ളത്? എന്തും ചെയ്യും. മനസ്സിലായി? അവൾക്ക് പൈസ കിട്ടിയാൽ മതി. അപ്പോൾ അവൾ പറഞ്ഞത് 750 കണ്ണനെ വരച്ചിട്ടുള്ള ചിത്രമാണ് യഥാർത്ഥത്തിൽ ഈ 10-16-17 ലക്ഷം കൊണ്ട് ഞാൻ ഈ വീടുണ്ടാക്കിയത് എന്നാണ് പറയുന്നത്. ആലോചിച്ച് നോക്കൂ. മാത്രമല്ല ഈ മതത്തെ ഇങ്ങനെയൊക്കെ ഇവള് പുറത്തു നിന്നാൽ സത്യത്തിൽ മതമില്ല എനിക്ക് എന്ന് പറയുമ്പോൾ ഇവൾ എന്തിനാണ്? എനിക്ക് ആദ്യത്തെ ആഗ്രഹം തന്നെ പള്ളിക്കാടിൽ കിടക്കണം എന്നാണ്. ഇനി പള്ളിക്കാട്ടിൽ കിടക്കാൻ സമ്മതിക്കണില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ വീടിനോട് ചേർന്നിട്ടുള്ള സ്ഥലത്ത് കിടക്കണം. കത്തിക്കുന്നത് എന്തായാലും എനിക്ക് ഇഷ്ടമല്ല, ഞാൻ സമ്മതിക്കൂല. അപ്പൊ കത്തിക്കാൻ പോകുന്നില്ല. മാത്രമല്ല ഇവളോട് ഇവിടെ വേറെ രസമുണ്ട്. ഇവളോട് ഉള്ള മറ്റേ എന്താ പറയുക അഭിമുഖം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ സ്ത്രീ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ മുമ്പിൽ ഭയങ്കര രസമുണ്ട്. ആ സ്ത്രീ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ ഇനി എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഈ വീട്ടിൽ എത്രയോ കണ്ണാ നിനക്കായി എല്ലാം നിനക്കായി സുബൈ നമസ്കരിച്ചു, പിന്നീട് മൊയ്ലൂദ് ഓതി ഉപ്പയും ഉമ്മയും മുസ്ലിയാരെ കൊടുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിനക്ക് ഈ വീട്ടിൻ്റെ ഐശ്വര്യം എന്ന നിലക്ക് നീ ഇത്തരത്തിൽ ഒരു വീട് വെക്കാൻ നിനക്ക് പ്രാപ്തമായത് ഈ കണ്ണനെ വരച്ചുകൊണ്ടാണല്ലോ. അപ്പോൾ എല്ലാം എനിക്ക് കണ്ണനാണ് എന്ന് ഇപ്പോഴും പറയുന്നുണ്ട്. എന്തുകൊണ്ട് ഒരു കണ്ണൻ്റെ ആ വരച്ച ചിത്രം നിൻ്റെ വീട്ടിൽ തൂക്കിക്കൂടെ എന്ന് ചോദിക്കുന്നതിന് തെറ്റില്ലല്ലോ. പക്ഷേ അവിടെ അത് തൂക്കിയിട്ടില്ല. എന്താ കാരണം? അവളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒന്ന് തൂക്കിയാൽ 2 കാരണങ്ങളാണ് അവൾക്ക് സംഭവിക്കുക. പ്രത്യക്ഷത്തിൽ അവൾക്ക് മുസ്ലിങ്ങൾ അപ്പോൾ പ്രകോപിതരാകും. ഈ പറയുന്ന ഉമ്മയും ഉപ്പയും ഇപ്പോൾ ഒന്നും ഉണ്ടെന്നില്ലെങ്കിലും അങ്ങനെ കണ്ണൻ്റെ പടം വെച്ചാൽ എന്തായാലും ആ ഉമ്മയും ഉപ്പയും എഴുതി കൊടുത്ത സ്ഥലത്താണ് വീടുണ്ടാക്കുന്നത്. അവിടെ ഒരു കണ്ണൻ്റെ പടം തൂക്കിയിട്ടാൽ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? ആ ഉമ്മയും ഉപ്പയും എന്ന് വേണ്ട അവളുടെ ബന്ധപ്പെട്ടവരൊക്കെ മുസ്ലിം നാമധാരികളായിട്ട് തന്നെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അവരത് സമ്മതിക്കോ ഇല്ലേ എന്താണെന്ന് അറിഞ്ഞുകൂടും. പിന്നെ 2 അവളുടെ ഒരു ബിസിനസ് ലക്ഷ്യമാണത്. എന്താണെന്ന് ചോദിച്ചാൽ അവൾക്ക് ഈ കണ്ണൻ്റെ ഈ പറയുന്ന 5000 ഉറുപ്പിക വെറുതെ അവിടെ മുടക്കി കിടക്കുക എന്ന് പറയുന്നതിനോട് ഒരു പണം തൂക്കിയിട്ടിട്ട് അവൾക്ക് അതിൽ വിശ്വാസം ഉണ്ടെങ്കിലല്ലേ അത് എൻ്റെ വീടിൻ്റെ ഐശ്വര്യം എന്ന് പറഞ്ഞുകൊണ്ട്
ആ വീടിൻ്റെ മുമ്പിൽ വെക്കേണ്ട ഒരു ചിത്രമാണ് യഥാർത്ഥത്തിൽ കണ്ണൻ്റെ ചിത്രം അവൾ വരച്ചത്. അത് ആദ്യം അവളുടെ വീട്ടിൽ വെച്ചതിന് ശേഷമാണ് മറ്റുള്ള ആളുകൾക്ക് വിൽക്കേണ്ടത്. അപ്പോൾ ഹിന്ദുക്കൾക്ക് ഇപ്പോൾ പൂർണ്ണ ബോധ്യമായി ഇവളുടെ ലക്ഷ്യം വെറും ബിസിനസ് കണ്ട് പൈസ തട്ടിയെടുക്കുക, വെട്ടിക്കുക. ഇവൾ ഒട്ടനേകം ആളുകളെ പെണ്ണാണ്. കാരണം അവളുടെ വാക്ക് കേട്ടാൽ അങ്ങനെ തോന്നിപ്പോകും. ആലോചിച്ച് നോക്കും. എന്നിട്ട് വീണ്ടും അവൾ പറയുന്നത് നിങ്ങളൊന്ന് കേട്ട് നോക്കൂ. ഇനി ഒരു തട്ടമിട്ടാലാണ് നമ്മളൊരു മുസ്ലിം മതസ്ഥ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത്. പൊട്ട് തൊട്ട് വീഡിയോ ചെയ്യുമ്പോൾ ഇമ്മ പറയും എന്തെന്ന്, ഇജ്ജ് അങ്ങനെ പൊട്ട് തൊടണ്ട, പൊട്ട് തൊട്ടാൽ എൻ്റെ ഉപ്പാനെ പള്ളി കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കും. നഹൂദുബില്ല, ഞാൻ കേട്ടിട്ടില്ല ഇങ്ങനെ. കാരണം ഏകദേശം എൻ്റെ മഹലിൽ പോലും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു 500-1000 വീടുകളുള്ള ഒരു മഹലിൽ സാധാരണ രീതിയിൽ ഒരു 10-60 അതോ മതപരമായ ഒരു സ്പിരിറ്റുള്ള ചിട്ടയുള്ള കുറച്ച് ആളുകൾ മാത്രമേ ആ ജനറൽ ബോഡിക്ക് തന്നെ വരുള്ളൂ. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരു സഖാക്കൾ പോലും വരാറില്ല. അപ്പോൾ യഥാർത്ഥ വിശ്വാസികളിൽ നിന്നുള്ള കുറച്ച് ആളുകൾ എന്ന് പറഞ്ഞാൽ 1000 ആളുണ്ടെങ്കിൽ ഒരു 125 ആൾ 100 ആളുകളെ ആ ജനറൽ ബോഡിക്ക് പോലും വരുള്ളൂ. എന്നിട്ട് ആ ജനറൽ ബോഡിയിൽ നിന്ന് തിരഞ്ഞെടുക്കൽ ഒരു 50-60 ആളുകൾ മാത്രമാണ്. മതപരമായ നല്ല ചിട്ടയും നിഷ്ഠയും കാര്യബോധവും ഭയഭക്തിയും ഒക്കെ ഉള്ള, അങ്ങനെ തന്നെയാണല്ലോ അത് വേണ്ടതും. ഒരു അമ്പല കമ്മിറ്റി ആണെങ്കിലും ഒരു അൾത്താരയുടെ കമ്മിറ്റി ആണെങ്കിലും ഒക്കെ അതിൽ വിശ്വാസമില്ലാത്തവർ സാധാരണ രീതിയിൽ അതിന് പോകില്ല, അല്ലേ? അപ്പോൾ അതിൽ എൻ്റെ ഉപ്പ ആ പള്ളി കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കും. എന്താണ് ഇപ്പം അതിൻ്റെ അർത്ഥം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അല്ലാതെ എൻ്റെ ഉമ്മാക്ക് ഇപ്പം ഇതിൽ വിശ്വാസമൊന്നും ഉണ്ടായിട്ടല്ല ഈ ഇസ്ലാമിൽ. ഇപ്പാനെ പള്ളി കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കും എന്നതുകൊണ്ടാണ്. എന്താ ഏതെങ്കിലും ഒരു കമ്മിറ്റിയിൽ അംഗമായി എന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് യഥാർത്ഥത്തിലുണ്ടോ? ഞാൻ പോലും ഇതുവരെയും അംഗമായിട്ടില്ല. ഇപ്രാവശ്യം ഞാൻ എന്തോ രീതിയിലൊരു അംഗം മാത്രമാണ്. അതിന് എന്താണ് അവിടെ പ്രശ്നം? മറ്റുള്ള ഒട്ടനേകം ആളുകൾ എൻ്റെ മഹലിൽ ഞാൻ പറഞ്ഞില്ലേ 1000-ഓളം വീടുകളായിട്ട് 3000-ഓളം ആളുകളുണ്ട്. ആ 3000-ഓളം ആളുകളിൽ നിന്ന് ഒരു 65 അംഗ കമ്മിറ്റി മാത്രമേ ഉള്ളൂ. ആലോചിച്ച് നോക്കൂ. അപ്പോൾ കമ്മിറ്റിയിൽ മെമ്പർ പുറത്താക്കിച്ചിട്ട് എന്താ പ്രശ്നം? അപ്പോൾ വെറുതെ ഓരോ ഉടായ്പ് പറയുക. കാരണം ഓരോന്ന് ഇവളുടെ മുഴുവൻ പച്ചക്കള്ളമാണ്. ഈ സ്ത്രീ പറയുന്ന വാക്ക് മുഴുവനും പച്ച നുണ. നോക്കണം, വെള്ളം ചേർക്കാത്ത നുണ. കേട്ടാൽ നമ്മളെ വിശ്വസിപ്പിക്കുന്ന ക്രെഡിബിലിറ്റി ഇല്ലാത്ത വാക്കുകൾ വിശ്വസിപ്പിക്കാൻ അവൾക്ക് കഴിയുകയും ചെയ്യും. അവളുടെ എല്ലാവരും അവളുടെ എന്താ പറയുക, ചില പെണ്ണുങ്ങൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്. എന്താ വെച്ചാൽ ഈ തമ്മാടിത്തരം പ്രവർത്തിച്ചു കൊണ്ടുള്ള ഒരു സ്വഭാവമാണല്ലോ. അല്ലാതെ നല്ലതൊന്നും അവൾ കാണുന്നില്ലല്ലോ. ഈ പറയുന്ന അരുൺ എന്നു പേരായിട്ടുള്ള ഏതോ ഒരു കുടുംബക്കാരൻ അന്യപുരുഷനാണ്. ആ അന്യപുരുഷനോടൊപ്പം അവൾ കോത്ത് പിടിക്കുന്നതും കുഴഞ്ഞാടുന്നതും അഴിഞ്ഞാടുന്നതും ഒക്കെ നല്ല ഒരു ഫാമിലിയാണെങ്കിൽ ഉപ്പ അവരോട് പറയില്ലേ സാധാരണ രീതിയിൽ? ഇനി എൻ്റെ ഇക്ക പറഞ്ഞിട്ടുണ്ട് എന്ത്, നമ്മൾക്ക് രണ്ടാൾക്കും നമ്മളെ പിന്നിലുള്ള സ്ഥലത്ത് കിടന്നാൽ മതി, പള്ളിക്കാട്ടിൽക്കൊന്നും കൊണ്ടുപോകേണ്ടതില്ല. അപ്പോൾ സലീം എന്ന് പറയുന്നത് കേട്ടവർ ഇവൻ്റെ അനുസരിച്ചിട്ട് ഈ അരുണുമായിട്ടുള്ള അവിഹിതമായ ഇടപെടൽ വഴി അവിഹിതം എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ കണ്ടതാണല്ലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ല. അതുവഴി ആ സലീം ഇപ്പോൾ അവളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്നിട്ട് വെറുതെ പച്ചക്കള്ളം അടിച്ച് പറയണം. ഇവൻ്റെ ഈ അവിഹിതമായ ആരാണ് ഇഷ്ടപ്പെടുക? സാധാരണ തൻ്റെ ഭാര്യ മറ്റൊരു അന്യപുരുഷനുമായിട്ട് അവിഹിതമായിട്ട് അസമയങ്ങളിലൊക്കെ ഒന്നിച്ച് കഴിയുന്നു എന്ന് വന്നാൽ ഏതെങ്കിലും ഒരു പുരുഷൻ പിന്നീട് ആ സ്ത്രീയുമായിട്ട് ബന്ധപ്പെടാനോ ആ സ്ത്രീയെ കൂട്ടിപ്പിടിക്കാനോ ആ സ്ത്രീയോടൊപ്പം ജീവിക്കാനോ ആരെങ്കിലും കഴിയുമോ? ആലോചിച്ച് നോക്കൂ. എന്നിട്ട് പറയുകയാണ് എൻ്റെ സെലിക്കാക്ക് വളരെ ആഗ്രഹമാണ്, ഞങ്ങൾ ഇവിടെ തന്നെ എപ്പോഴും പറയാറുണ്ട് സെലിക്ക എന്തൊക്കെയാണ് ഈ പറഞ്ഞു കൂട്ടുന്നത്. അതാണ്. അതുപോലെ തന്നെ ഉപ്പ പൊട്ട് തുടയണം എന്നുള്ളത് അവർക്ക് വേറെ ഒന്നുമില്ല, നിസ്കരിക്കും. അതാണ്, നിസ്കരിച്ചിട്ടാണ് മൗലൂദ് ഓതിയിട്ട് ആ പെരയിൽക്ക് അങ്ങോട്ട് പ്രവേശിച്ചു. ഇൻ്റെ പെരയിൽക്ക് ഇക്ക് മതമൊന്നും ഇല്ല താനും. അപ്പോൾ എന്തൊക്കെയേ ഉടായ്പുകളും ഈ തട്ടിപ്പുകളും ഇളക്കി ഇനി ഹിന്ദുക്കൾക്കിടയിൽ വലിയ കച്ചവടമൊന്നും ഇനി കൃഷ്ണ ഈ പടം വരച്ച് കൂടുതൽ കച്ചവടമൊന്നും ഇനി നടക്കുകയില്ലെന്ന് ഈ പെണ്ണിന് ബോധ്യമായി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി എനിക്ക് മതമില്ല. അപ്പോൾ എന്തിനാണ് മതമില്ലാത്ത ഒരു വിഭാഗത്തെ കൂട്ടുപിടിച്ചിട്ട്, ഉദാഹരണം മാർക്സിസ്റ്റ് പാർട്ടിയിലോ അവരാണല്ലോ ശരിക്കും മതമില്ലാത്ത പാർട്ടി എന്ന് പറയുന്നത്. യുക്തിവാദികൾ എന്ന് പറഞ്ഞാൽ അത് സമൂഹത്തിൽ അങ്ങനെ എന്താ പറയുക വളരെ പരിമിതമായ ഒരു എന്താ പറയുക ഒരു ഉടായ്പ ടീമാണെന്ന് എല്ലാ മതങ്ങളാലും
ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളവരാണ്. ഇപ്പോൾ ഈ ജാമ്യത എന്തു പറഞ്ഞാലും കുറച്ച് സംഘികൾ എന്തെങ്കിലും അംഗീകരിക്കുന്നു എന്നല്ലാതെ സ്വാഭാവികമായിട്ടും ഒരു മതവിശ്വാസികൾ ആരും അംഗീകരിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ആരുടെയും അള്ളാഹു, ദൈവം, കർത്താവ് ഒന്ന് തന്നെയാണ്. അപ്പോൾ ഞാൻ കർത്താവിനെ ചീത്ത പറഞ്ഞാലോ അതൊരു സുഖകരമല്ലാത്ത കാര്യമാണ്. ഞാൻ കൃഷ്ണനെ ചീത്ത പറഞ്ഞാൽ അത് സുഖകരമല്ലാത്ത കാര്യമാണ്. അപ്പോൾ അത് ആരും ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഇനി ഇവളെ സംബന്ധിച്ചിടത്തോളം ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പിന്തുണ കിട്ടുന്നതിന് വേണ്ടി ഇനിയിപ്പോൾ വളരെ പ്രശസ്തിയായിട്ടുള്ള സ്ത്രീയാണ്. കണ്ണനെ വരച്ച് പ്രശസ്തിയായിട്ടുള്ള ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ മതി. 45 വയസ്സായിട്ട് കുട്ടിയാണ് അവൾക്ക്. അതോടൊപ്പം